ബന്ധുക്കൾ പലരും മക്കയിലാണ്. രക്തബന്ധത്തിനല്ല വില, ആദർശബന്ധം. രക്തബന്ധത്തെക്കാൾ അൻസാറുകളും മുഹാജിറുകളും തമ്മിലുള്ള സ്നേഹത്തിന് കാരണം ആദർശത്തിലെ ഐക്യവും ബന്ധവുമായിരുന്നു. അതവരെ ഒരു കണ്ണി കൃത്യമായി തന്നെ ചേർത്തുവെച്ചു. പിരിക്കാനാവാത്ത ബന്ധം. ആ നിലക്കവർ സ്നേഹിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരേട് പറിച്ചെറിയപ്പെട്ട ഈ ഹിജ്റയുടെ പ്രത്യേകമായ സന്ദർഭത്തിൽ നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സ്വബറും തവക്കുലും അസ്മും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും എന്നതാണ് ഹിജ്റ നൽകുന്ന പാഠം. തവക്കുലാക്കുക. തവക്കുൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാത്ത ആലസ്യത്തിൽ നിന്നുണ്ടാകുന്ന തവക്കുലല്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്ത് താൻ ചെയ്യേണ്ടതൊക്കെ താൻ ചെയ്തിരിക്കുന്നു, ഇനി എന്റെ നാഥനിൽ ഞാൻ തവക്കുലാക്കുന്നു എന്ന ബോധമുണ്ടെങ്കിൽ അള്ളാഹു സഹായിക്കും. ആ ബോധമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ ബോധമാണ് നമ്മെ നിരാശയിൽ നിന്ന് ആശയിലേക്ക് നയിക്കേണ്ടത്. ആ ബോധമാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ദൃഢീകരണം, ഈമാനിന് കരുത്തു പകരുന്ന നിലക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സർവശക്തനായ റബ്ബ് ആ നിലക്കുള്ള തവക്കുലിന്റെയും സബറിന്റെയും അസ്മിന്റെയും വക്താക്കളായിക്കൊണ്ട് ജീവിച്ചു മരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആദർശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പിറന്ന നാടും വീടും സമ്പത്തുമെല്ലാം വിട്ടേച്ചുപോയ മുഹാജിറുകളുടെ ചരിത്രം ലോകത്ത് ഖിയാമത്ത് നാൾ വരെയും ഹിജ്റയുടേതായ ഭാഗം നിലനിൽക്കുക തന്നെയാണ്. ഒരു രാജ്യത്ത് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഹിജ്റ പോയേ പറ്റൂ. ഒരു രാജ്യത്ത് ആദർശത്തിൽ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ല, ബാങ്ക് മുഴക്കാൻ സ്വാതന്ത്ര്യമില്ല, ഇബാദത്ത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനത്തെ ഒരു പ്രദേശത്ത് ഒരാൾ എത്തിപ്പെടുകയാണെങ്കിൽ അവൻ അവിടെ താമസിച്ചുകൂടാ എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. അത്തരം രാജ്യങ്ങളിൽ നിന്നുകൂടാ. മരണത്തിന്റെ നേരത്ത് മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മരണത്തിന്റെ നേരത്ത്, മലക്കുകളുടെ പിടുത്തത്തിൽപ്പെടുന്ന നേരത്ത് മനുഷ്യൻ പറയുമെന്നാണ് ഖുർആൻ പറയുന്നത്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലന്മാരായിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ശരിക്കും ഇബാദത്തെടുക്കാൻ പറ്റിയില്ല, ശരിക്കും ദഅവത്ത് നടത്താൻ പറ്റിയില്ല, ശരിയായ മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത, അത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ദുർബലരായിരുന്നു ഞങ്ങളെന്ന് മലക്കുകളോട് പറയുമ്പോ മലക്കുകളുടെ മറുപടി, അലം തകുൻ അർദുല്ലാഹി വാസിയ, അലം തകുൻ അർദുല്ലാഹി വാസിയ ഫതുഹാജിറു ഫിഹാ. മലക്കുകളുടെ ചോദ്യമാണ് ഖുർആൻ പറയുന്നത്. അലം തകുൻ അർദുല്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമി ആയിരുന്നില്ലയോ വാസിയ, വിശാലമായിരുന്നില്ലയോ, ഫതുഹാജിറു ഫിഹാ, ആ പ്രദേശത്ത് നിങ്ങൾക്ക് ഒരിടത്ത് നിങ്ങൾ ദുർബലരാണെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന മണ്ണുണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് അങ്ങോട്ട് ഹിജ്റ പോയി കൂടായിരുന്നോ? മലക്കുകളുടെ ചോദ്യമാണ്. മരണനേരത്ത് മനുഷ്യൻ പറയുന്ന ആ ഒരു ഒഴികഴിവ് സ്വീകരിക്കപ്പെടൂല എന്നാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എവിടെയായിരുന്നാലും ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം വേണം. ആദർശമനുസരിച്ചുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടപ്പെടുമ്പോഴാണ് യുദ്ധത്തിന് വരെ ഇസ്ലാം അനുവാദം തന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. സൂറത്തുൽ ഹജ്ജിൽ യുദ്ധത്തിന് അനുമതി കിട്ടിക്കൊണ്ടുള്ള ആയത്ത് പറയുന്നിടത്ത് അതിനൊന്നാമത്തെ കാരണം പറഞ്ഞത് അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അത്തരം ഘട്ടങ്ങളിൽ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു നാട്ടിൽ സ്വാതന്ത്ര്യം തീരെ ലഭിക്കപ്പെടാതിരിക്കുമ്പോൾ ഇന്നും പ്രായോഗികം തന്നെയാണ് ഹിജ്റ. പോണം, സാധ്യതയുള്ള പ്രദേശത്ത് പോയി മുസ്ലിമായി ജീവിക്കണം എന്ന് തന്നെയാണ്.
അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്തരം ഒരു ചുറ്റുപാടില്ല. എന്നാൽ നമുക്കിന്ന് ഹിജറയുടെ പ്രതിഫലം വേണ്ടേ? നമുക്കൊരു ഹിജറയില്ലേ? ഉണ്ട്. അതെന്താ ഹിജറ? ഹിജറക്ക് വ്യാപകമായ ഒരു അർത്ഥം മഹാനായ നമ്മുടെ നേതാവ് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഒരു മുസ്ലിം ആരായിരിക്കണം? തന്റെ നാവിന്റെയും തന്റെ കൈയിന്റെയും ഷർറിൽ നിന്ന് മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുന്നവനാണ് മുസ്ലിം. തന്റെ നാവ് കൊണ്ട് തന്റെ കൈ കൊണ്ട് ഒരാൾക്കൊരു ഷർറുണ്ടാക്കുന്നവൻ മുസ്ലിമല്ല. രണ്ടാമത് അവിടുന്ന് പറയുന്നതാണ് വിഷയത്തിലേക്കുള്ള സൂചന. വൽ മുഹാജിറു, മുഹാജിർ എന്ന് പറയുന്നവൻ ആരാണ്? മൻ ഹജറ, വെടിഞ്ഞവനാണ്, ഉപേക്ഷിച്ചവനാണ്. മാ നഹല്ലാഹു അൻഹു, അല്ല വിരോധിച്ചത് വെടിയുന്നവനാണ്. അല്ല ഹറാമാക്കിയ ഹറാമുകളിൽ നിന്ന് ഹിജറ പോകണം എന്നർത്ഥം. അതാണ് ഇന്ന് നമുക്കുള്ള ഹിജറ. ഹറാമിൽ നിന്ന് ഹലാലിലേക്കുള്ള ഹിജറ, ബാത്തിലുകളിൽ നിന്ന് ഹക്കിലേക്കുള്ള ഹിജറ, അസത്യങ്ങളിൽ നിന്ന് സത്യത്തിലേക്കുള്ള ഹിജറ, അധർമ്മങ്ങളിൽ നിന്ന് അനീതികളിൽ നിന്ന് ധർമ്മത്തിലേക്കും നീതിയിലേക്കുമുള്ള ഹിജറ, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഹിജറ, ബിദ്അത്തുകളിൽ നിന്ന് സുന്നത്തിലേക്കുള്ള ഹിജറ, സാംസ്കാരികമായ അധാർമികമായ അശ്ലീലപരമായ കാര്യങ്ങളിൽ നിന്ന് സാംസ്കാരികവും ശ്ലീലവുമായ ധാർമ്മികമായ സുന്ദരമായ സ്വഭാവ മൂല്യങ്ങളിലേക്കുള്ള ഹിജറ. അതാണ് ഇന്ന് അവശേഷിക്കുന്നത്. നമ്മുടെയൊക്കെ മുമ്പിൽ അതൊരു ചോദ്യമാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഹിജറ പോകാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു നാട് വിട്ട് വേറൊരു നാട്ടിലേക്കല്ല. ഹറാമുകൾ നീ ഒരുപാട് നിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഹറാമിനെയെല്ലാം അവയോടെല്ലാം വിട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും മക്കാ രാജ്യത്തെയും സമ്പത്തിനെയും എല്ലാത്തിനെയും വിട്ടുപോയതുപോലെ മുസ്ലിമേ, നമ്മുടെ മുമ്പിലെ ചോദ്യം, നീ നിന്റെ ജീവിതത്തിൽ നിന്റെ സാമ്പത്തിക രംഗത്ത്, വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത്, സ്വഭാവ രംഗത്ത്, പെരുമാറ്റ രംഗത്ത്, ഇടപാട് രംഗത്ത് ഒരുപാട് ഹറാമുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ആ ഹറാമുകളോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ മാത്രമേ ഞാൻ ജീവിക്കൂ, സർവ്വ ഹറാമുകളിൽ നിന്നും ഞാനിതാ അള്ളാഹുവിന് പൊരുത്തമുള്ള മേഖലയിലേക്ക് ഹിജറ പോകുന്നു എന്ന് പറയാൻ നിനക്ക് തന്റെ ഇടമുണ്ടോ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം. അൽ മുഹാജിറു, മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറ, ഉപേക്ഷിച്ചവനാണ്, വെടിഞ്ഞവനാണ്. മാ നഹല്ലാഹു അൻഹു, അല്ല വിരോധിച്ച ഇടത്തുനിന്ന്. അല്ല വിരോധിച്ച ഒരു സ്ഥലത്തും നമ്മളെ കാണാൻ പാടില്ല. അല്ല ഹറാമാക്കിയ ഒരു സ്ഥലത്തും നമ്മെ കാണാൻ പാടില്ല. അല്ല ഹറാമാക്കിയത് കണ്ടുകൂടാ, അല്ല ഹറാമാക്കിയത് കേട്ടുകൂടാ, അല്ല ഹറാമാക്കിയത് പറഞ്ഞുകൂടാ, അല്ല ഹറാമാക്കിയത് തൊട്ടുകൂടാ, അല്ല ഹറാമാക്കിയിടത്തേക്ക് നടന്നുകൂടാ, അല്ല ഹറാമാക്കിയത് കഴിച്ചുകൂടാ, ആമാശയം മലിനമാക്കിക്കൂടാ. എല്ലാ രംഗത്തും ഹറാമുകളോട് വിട പറഞ്ഞുകൊണ്ട് ഹലാലിലേക്ക് ഹിജറ പോകാൻ മുസ്ലിം തയ്യാറാവണം എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സതുപദേശം. ആ ഉപദേശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവുക. ഓരോരുത്തരും അവരവരെ കുറിച്ച് ചിന്തിക്കുക. ഏതെല്ലാം ഹറാമുകളിലൂടെയാണ് ഞാൻ മുന്നേറുന്നത്? അത് ഓരോരുത്തർക്കും അറിയാം. ഏതൊക്കെ ബാത്തിലൂടെയാണ് ഞാൻ നീങ്ങുന്നത്? ആ ഹറാമുകളോടും ബാത്തിലുകളോടുമൊക്കെ വിട പറഞ്ഞ് അല്ലാഹു പൊരുത്തപ്പെടുന്ന ഹലാലിന്റെയും ഹക്കിന്റെയും പാതയിലേക്ക് തിരിച്ചു വരാൻ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. കലണ്ടറിൽ നിന്ന് ഒരു വർഷമങ്ങ് ഒരു പേജ്, അതല്ലെങ്കിൽ 10-12 ഷീറ്റുകൾ അങ്ങ് പറിച്ചു കീറുമ്പോ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള ഓരോ ഏടുകളാ പോകുന്നത്. ഖബറിലേക്കുള്ള നമ്മുടെ ദൂരമാണ് അടുത്തടുത്ത് വരുന്നത്. എപ്പോഴാ, എവിടെ വെച്ചാ, എങ്ങനെയാണെന്നും അറിഞ്ഞൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ ദാരിദ്ര്യങ്ങളിൽ നിന്ന്, മറ്റു പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും പതറാതെ അസീമത്തും അതുപോലെ തന്നെ തവക്കുലും സബറും നമുക്കെല്ലാവർക്കും റബ്ബ് ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ട് ചൊരിഞ്ഞു തന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار
اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك اللهم وفق ولاة أمورنا إلى ما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والإكرام اللهم إنا نسألك الثواب والمغفرة لمن بنى هذا المسجد ولوالديه ولكل من عمل فيه صالحا وإحسانا اللهم ربنا تقبل منا إنك أنت السميع العليم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.